ഞങ്ങളോട് കരുണയുണ്ടാകണമേ.
പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോട് പ്രസ്താവിപ്പീനെന്ന് പറഞ്ഞു. അവർ കേട്ട് പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചുകൊണ്ടിരുന്നു. മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്നു ന്യായാധിപ സംഘത്തെയും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് ആളയച്ചു. ചേവകർ ചെന്നപ്പോൾ അവരെ കാരാഗൃഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗൃഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. തുറന്നപ്പോഴോ അകത്ത് ആരെയും കണ്ടില്ല എന്ന് അറിയിച്ചു. ഈ വാക്ക് കേട്ടിട്ട് ദേവാലയത്തിലെ പടനായകനും മഹാപുരോഹിതന്മാരും ഇത് എന്തായിത്തീരുമെന്ന് അവരെ കറിച്ച് ചഞ്ചലിച്ചു. അപ്പോൾ ഒരുത്തൻ വന്നു, നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദേവാലയത്തിൽ നിന്ന് കൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നുവെന്ന് ബോധിപ്പിച്ചു. ഹബീബായി പറയുമോ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല, ജഡീകരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരനെന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പല്ലോസ് ആരാ, പൗലോസ് ആരാ? കർത്താവ് നൽകിയതുപോലെ നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷകളത്രേ. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തരും താന്താന്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ദൈവത്തിന്റെ ജീവനുള്ള കേൾക്കണം. പറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
ശിഷ്യന്മാർ അപ്പം എടുക്കുവാൻ മറന്നുപോയിരുന്നു. യേശു തമ്പുരാൻ അവരോട്, നോക്കുവേൻ, പരീശന്മാരുടെയും സാദൂക്യരുടെയും പുളിപ്പ് സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പം എടുക്കാത്തതിനാലാണ് യേശു തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് അവർ ഉള്ളിൽ വിചാരിച്ചു. അതറിഞ്ഞ് യേശു തമ്പുരാൻ അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പം എടുക്കാത്തതിനാൽ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ട്? ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? 5 അപ്പം 5000 പേർക്ക് കൊടുത്തതും എത്ര കുട്ടാപ്പം മിച്ചമെടുത്തുവെന്നതും 4000 പേർക്ക് 7 അപ്പം കൊടുത്തിട്ട് എത്ര കുട്ട അപ്പം മിച്ചമെടുത്തുവെന്നതും നിങ്ങൾ ഓർക്കുന്നില്ലയോ? പരീശന്മാരുടെയും സാദൂക്യരുടെയും പുളിപ്പ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പത്തെ കുറിച്ചല്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? പരീശരുടെയും സാദൂക്യരുടെയും ഉപദേശത്തെ അല്ലാതെ അപ്പത്തിന്റെ പുളിപ്പിനെ സൂക്ഷിച്ചു കൊള്ളുവാനല്ല അവൻ പറഞ്ഞതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. ബാറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെ
തലവന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളായ സകലമാകിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവം തമ്പുരാനെ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പരിമഞ്ഞ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിന്റെ നാഥനുമായ തമ്പുരാനെ ഞങ്ങൾക്കും അവർക്കും നീ വിമോചനവുമായിരിക്കണമേ. കർത്താവേ ഞങ്ങൾക്ക് ഉത്തരവരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കിമായിക്കണമേ. കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടഞ്ഞ് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കിക്കൊള്ളണമേ. നിനക്കിഷ്ടമുള്ളതും യോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയന്യം ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളെപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിന്റെ സന്നിധിയിൽ വന്നു കൂടി നിന്റെ മഹാകരുണകൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ദാസന്മാരെ ദാസികളെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ വിശുദ്ധാത്മ നൽവനം ഇവർക്ക് നൽകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദവുമായ രക്തവും അനുഭവിക്കുവാൻ ഇവർ യോഗ്യരായി തീരത്തക്കവണ്ണം ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. ആത്മീയമായ ആയുധം ഇവരെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐകമത്യവും ഇവരെ അണിയിക്കണമേ. ഇവരുടെ ഇടയിൽ സമാധാനവും ശാന്തിയും വാഴുമാറാകണമേ. ശിക്ഷകളിൽ നിന്നും കോപമണികളിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ ശ്രീമായാൽ ഇവരെ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലതു ഭാഗത്തെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ സകലമാകിപ്പോയവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകം
എന്റെ കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോടെ നീ ലോകത്തെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വക്കുല സുബാൻ ലവണേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം പരിശുദ്ധവും ദിവ്യമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവനടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. കർത്താവേ, ഇപ്പോൾ തിരുമുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായി ഇവരെ അനുഗ്രഹപൂർണമായ നിന്റെ വലുതകൈ ആവസിപ്പിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വക്കുല സുബാൻ ലവൽമീ. കർത്താവേ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും ഭോഷത്വങ്ങൾക്കും വേണ്ടി രക്തരഹിതമായ ഈ ആത്മീയ ബലികൾ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീക്കി വായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വക്കുല സുബാൻ ലവൽമീ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമൃതനമ്പ്രാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമ്പത്തും സഹവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശീഹാ
ശരീരത്തിൽ കഷ്ടത അനുഭവിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവ് തന്റെ കഷ്ടാനുഭവങ്ങളുടെ രാത്രിയിൽ പരിശുദ്ധ കൈകളിൽ അപ്പം എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട് നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു എന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ കാസായി എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട് കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവനും വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുകയും ചെയ്തു. ഈ വിശുദ്ധ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എന്റെ വരവ് വരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചു കൊള്ളുകയെന്ന് അവരോട് താൻ മുൻകൂട്ടി കൽപ്പിച്ചു. ദമോ ദോസേനോ കർത്താവേ, പാപികളും കുറ്റക്കാരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തെ മുഴുവനായി ഭയങ്കരവും മഹനീയവുമായ നിന്റെ പുനരാഗമനത്തെ ഓർക്കുന്നു. ഇതു നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും വിറയ്ക്കുകയും ചെയ്തുകൊണ്ട് നിന്നോട് ദൈവഭാദ്രം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവേ എന്നോടുത്തരമരുളണമേ. കർത്താവേ എന്നോടുത്തരമരുളി. നല്ലവനേ ദൈവതോന്നി എന്നിൽ കരുണ ചെയ്യണമേ. Kurie
പുതിയ ജീവനിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നടത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാർട്ടിക്കേഷന്മാരായ നാറ്റോസിന് വേണ്ടിയും ആബോന്മാർ ബസേലിയോസിന് വേണ്ടിയും ആബോന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ആബോന്മാർ സോസ്മോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ പ്രാർത്ഥിക്കുന്നു. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വക്കുലസ്ബാൻ ലമൻമേ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരനും ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വസഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രയരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും നീ സംരക്ഷിച്ച് പുലർത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വക്കുലസ്ബാൻ ലമൻമേ. സത്യക്രിസ്ത്യാനികളുമായ സലഭരണകർത്താക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സമൂഹവും ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ സുഖമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശാന്തവും ആനന്ദകരവുമായ ജീവിതം തിരുവൻപാകെ നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ഭരിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് കരുണ ലഭിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വക്കുലസ്ബാൻ ലമൻമേ. വായുഗതിയോടും വിശുദ്ധിയോടും മാത്തോടും അനുഗ്രഹിക്കപ്പെട്ടോടും നിത്യകന്യയും ഭാഗ്യതയുമായ ദേവമാതാമറിയാമണി ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ കൂടെ പരിശുദ്ധന്മാരെ അന്യന്മാരെയും പ്രസംഗ സ്ത്രീകന്മാരെയും ഏവെങ്കിലേസ്തന്മാരെയും സഹതിമാരെയും മാതനന്മാരെയും ഭാഗ്യവാന്റെ കാലമായ മായുഹാനോ മദാനായും ശർമാഷന്മാരെ പ്രധാനി സഹതന്മാരും ബലുമായ പരിശുദ്ധരും മാത്രമുള്ളവരുമായ മാസ്തേഫാനോസ്നി സ്ലീഹന്മാരെ തലന്മാരായ ഗുണിതപ്പെടുമാർ പത്രോസ്നി മാർബോലോസ്നി നമ്മുടെ പിതാവായ മർത്തോമാശ്ലീഹായും ശുദ്ധിമതിയുടെ പോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന കോട്ടയിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നീതിപൂർവമായ പ്രവർത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോട് ഒരുമിച്ചുള്ള അവകാശത്തിന് മോഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കി
മുൻകൂട്ടി ഇത്ര പ്രാപിച്ച് ശ്രമിക്കുന്നവരെ മിഖായിലും സുദീനോ പോലീസിലും എബീസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുതുസ്രോതസ്സുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽവാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്നേഹായും സകലതയുമായ യാക്കോബും ഇഗ്നാറ്റിയോസും ക്ലീമീസും ദിവനാസിയോസും അഥാനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയോസ്കോറോസും തിമോത്തിയോസും പീലക്സീനോസും അന്തിമോസും യോവാനീസും വചനവാദ്യവും ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെ വേഗമുള്ള വായും തൂണും മൽപ്പാലും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രീസ് മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തി നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബമാർ യാക്കോബ് പ്രധാനായും മാർ അബ്രേമും മാർ യാക്കോബും മാർ ഇസ്ഹാഖും മാർ ബാലായും ദുഃഖിതന്മാരെ തലവനായ മാർ ബർഷവുമായും മാർ ശമോൻ ദുസ്സനിയും തെരഞ്ഞെടുപ്പെട്ട മാർ അബഹായും എൽദോമാർ ബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസുമാരുടെ പിതാക്കന്മാരെയും ചുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് കേൾപ്പിച്ചവരായി ഇവരോടുകൂടെ ഇവരുടെ മുൻപുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് പ്രാർത്ഥിക്കണം. സത്യവിശ്വാസമാകുന്ന പാർമയിൽ ഞങ്ങളെ എല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വക്കുലസ്വാൻ ലാൽമീ. സ്നേഹത്തോടും സത്യവിശ്വാസങ്ങളെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസാസന മറ്റുപോലെയും നിങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളുടെ അടിപൊളിയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ വ്യക്തിയോടെ ധാരാളം അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോഹത്തെ അവരെ യോഗ്യരാക്കുവാൻ നമ്മേയും തന്റെ സ്വരാജ്യം ചേർത്തുകൊള്ളുവാനുമായി നാം പ്രാർത്ഥിച്ചേ 3 പ്രാവശ്യം കുടിയേറായിട്ടോ ദുഷ്ടാത്മാക്കളുടെ ബന്ധനത്തിൽ നിന്ന് അവരെ വിടർത്തണമേ. അതിവേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. നിന്റെ ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനെ തന്നെ ശരണപ്പെടുന്നു. ദുഷ്ടന്മാർക്കുള്ള ദണ്ഡനങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ സകലത്തിലും എന്ന പോലെ കുർബാന വഴിയായി മഹത്വപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോശോ വക്കുലസ്വാൻ ലാൽമീ. നിങ്ങൾക്ക്
സമർപ്പിക്കുന്നു. അവളുടെ ജീവിതം തിരുമുമ്പാകെ നിരന്തരം മഹത്വപ്പെടുത്തുന്നതിനും സ്നേഹത്തിനും സന്തോഷത്തിനും ദീർഘായുസിനും അവർ വളരുന്നതിനും നിന്റെ കൃപ അവർക്ക് ധാരാളമായി നൽകണമേ. അവരോടൊപ്പം വിവാഹ വാർഷികം ആചരിക്കുന്ന സകല മക്കളെയും ഞങ്ങൾ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. പരസ്പര സ്നേഹത്തിന്റെയും കരുതലിന്റെയും പങ്കാളിത്തത്തിന്റെയും ആത്മാവ് കുടുംബജീവിതത്തിന്റെ പരിപാവനത കാത്തു സൂക്ഷിക്കുവാൻ നിന്റെ സഹായം അവർക്ക് നൽകണമേ. വലിയവരും ബലവാനുമായ ദൈവമേ, ദൈവിക നൽവരത്തിന് മനുഷ്യ സ്നേഹത്തോടെ നീ ഞങ്ങളെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇതുമൂലം പിതാവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, പരിശുദ്ധ റൂഹായെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്റെ ഏകജാതന്റെ കർത്തൃപ്രാർത്ഥനയെ പാടുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയും പരിശുദ്ധനുമായ ദൈവമാകുന്ന നിന്നെ നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥതയുള്ള നാമോടും ശരീരവെടിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ഏകസ്വരത്തിൽ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ബാറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഉത്തമനും കാരുണ്യവാനുമായ പിതാവേ, നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ നീ അർഹരാക്കി തീർത്തുവല്ലോ. കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും കരുണയുള്ളവരും വലിയവരും സർവാധിപതിയുമായ രാജാവേ, നിന്റെ മേലധികാരത്തിന്റെ ചെങ്കോലിൻ കീഴിൽ സകല സൃഷ്ടികളും വണങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തിരുമുൻപാകെ തലമുറിച്ചു നിൽക്കുന്ന നിന്റെ പരിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങളെ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദിത്യവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപകളും കരുണകളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും മുറയിലോടും നാം സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു.
ഏകപിതാവ് നമ്മോട് കൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രനും നമ്മോട് കൂടെ. ഉണ്ടായിട്ടുള്ളതുകൊണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള പരിശുദ്ധ റൂഹായും നമ്മോട് കൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Thank you.
Hola,
ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനു വേണ്ടി വരുവാനിരിക്കുന്നവരുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും ഞങ്ങൾ കർത്താവുമെന്നേക്കും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ വലതുകരം നീട്ടി അനുഗ്രഹിക്കണമേ. ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച ഇവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെയും മേലുണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നാളും ചൊരിയപ്പെടുമാറാകട്ടെ. ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ, എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവന രക്ഷയ്ക്കുമായി ഭവിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. തിരുവിഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി നീ അർപ്പിക്കപ്പെടുകയും നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായി നൽകുകയും
നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തുവല്ലോ. നിന്നിലുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഹൃത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങൾ വാങ്ങിപ്പോയവർക്കും പാപമോചനവും നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെ നിന്റെ ജനകനാം പിതാവാം ദൈവത്തെ പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വക്കുല സഭാൻ യമീ കരളി വേറിടും താതാ നിരുപമ കരുണ സാഗരമേ ദിനമിതിലങ്ങേ ആർപ്പിച്ചോ ഈ തിരുബലിയെ കൈക്കൊള്ളുക. നിർധനയാമ വിധവയുടെ ചില്ലിക്കാശിന് തുല്യമതായി നിൻ തിരുസഭയുടെ സുതരിൽ നിന്നും ഈ തിരുബലിയെ കൈക്കൊള്ളുക. വാഴ്ത്തുക ഞങ്ങളെ ദേവേശ, കാത്തരുളുക മാതാവേ, കർത്താവേ തുണയായവനേ, കാണിക്കണമേ ജീവവഴി. കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന ഈ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടി പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും സമാധാനത്താലേ പോവുകയും ദൂരസ്ഥന്മാരോടുകൂടെ സമീപസ്ഥന്മാരും ജീവനോടുകൂടെ വാങ്ങിപ്പോയിരിക്കുന്നവരും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിജയ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റോഷിനാൽ മുദ്രകുത്തപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകും. വിശ്വാസികളാൽ നിങ്ങളെ സകലം വാങ്ങിപ്പോവരുടെ ആത്മാക്കളെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും കൃപയും കണ്ടെത്തപ്പെടുവാനിടയാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്താലേ പോകുക.